അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു MC-യിൽ ചെറിയൊരു പാക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഹോട്ട് വീൽ സൈസിനൊരു കാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നമ്മൾ നോക്കാൻ പോവാണ്. എന്തായാലും നമ്മൾ ഇത് വെച്ച് അങ്ങനെ ആരും ഒന്നും ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. സക്സസ് ആവണമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം, എങ്ങനെ വരും നമുക്കൊന്ന് റിസൾട്ട് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇപ്പോൾ അതിനുവേണ്ടി പണി തുടങ്ങാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് ഉണ്ട്, ഇതൊരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് അറ്റമൊക്കെ നല്ലപോലെ സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മൾ ആ ഒരു MC-യിൽ ഇതിലോട്ട് ഒട്ടിക്കുമ്പോൾ ഇതിലെ പൊടിയും കാര്യങ്ങളൊക്കെ MC-യിൽ പിടിച്ച് കഴിഞ്ഞാൽ മൊത്തം കുളമായി പോകും. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്തായാലും നമ്മളിവിടെ കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേന ആവശ്യമുണ്ട്. പേന മൊത്തത്തിൽ നമുക്ക് ആവശ്യമില്ല, അതിൽ ആ ലീഫ്ലർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്തായാലും ഇപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ ഐറ്റം നമ്മുടെ ആ ഒരു MC-യിൽ നമ്മൾ ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു MC-യിൽ 2 പാക്കറ്റ് പൊട്ടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ പ്രത്യേകിച്ച് അങ്ങനെ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു ഐഡിയയിൽ ചെറിയൊരു കാർ ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ പലരും പറയും ക്ലേ ഉപയോഗിച്ചുകൂടെ അതിന്. അപ്പോൾ നമ്മൾ ക്ലേ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതേപോലുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതൊരു പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലംബിങ്ങിന് അങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു മിനിയേച്ചർ കാർ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു പൊട്ടിച്ചെടുത്ത MC-യിൽ 2 മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം കൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് എന്ത് ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കേണ്ടത് പെട്ടെന്ന് നമ്മൾ ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ ആ ഒരു കാറിന് വേണ്ട ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ആ ഒരു പേനയുടെ ലീഫിലറൊക്കെ വെച്ചാണ് നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ BMW അങ്ങനെ കുറച്ച് കാറുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഐഡിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം. നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് അങ്ങനെ ഐഡിയ വെച്ചിട്ട്. പക്ഷേ നമുക്ക് ഇതിൽ നമ്മൾക്ക് അത്രയും പെർഫെക്ഷൻ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നൊക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായി തീരുമെന്നോ എന്തായി തീരുമെന്നോ ഒരു പിടുത്തവും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മളതിങ്ങനെ ആ ഒരു കാറിനെയൊക്കെ ഇങ്ങനെ പല കാർ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ ഓടിക്കറങ്ങുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. അന്നേരം നമുക്കനുസരിച്ച് ചെയ്താൽ വരുന്നത് വെച്ചാൽ നമ്മൾ ആ മോഡലിനനുസരിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു റീഫിലർ വെച്ചൊക്കെ ഷേപ്പ് ചെയ്തെടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് സെറ്റാക്കി എടുക്കുകയാണ്. നമ്മുടെ ഒട്ടുമിക്ക ചെറിയ ചെറിയ ഡീറ്റെയിലിങ് നമ്മൾ ഈ ഒരു പേനയുടെ ലീഫിലർ കൊണ്ടും പിന്നെ നമ്മുടെ ഈർക്കിലിൻ്റെ ആ ഒരു ഏറ്റവും കനം കുറഞ്ഞ അറ്റം ഉണ്ടല്ലോ ആ അറ്റം കൊണ്ടുമൊക്കെയാണ് നമ്മൾ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ചെറുതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും നമുക്കിത് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് വലിയ അത്രയ്ക്ക് അങ്ങ് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതും ജസ്റ്റ് ഇത് വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു കാറോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എന്താ ഉണ്ടാക്കി എടുത്തിട്ടോ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് എന്തോരം പെർഫെക്ഷൻ കിട്ടുമെന്നോ എന്തോരം ആ ഒരു കറക്റ്റ് ആ ഒരു സാധനം വരുമെന്നോ എനിക്കൊരു പിടുത്തമില്ല. ഗൈസ്, അപ്പോൾ ഇത് വേറൊരു സ്ട്രക്ചർ മാത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് പെയിൻറ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റിയൽ ലുക്ക് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പറ്റുന്ന അത്യാവശ്യത്തിന് നമ്മൾ ചെറുതായിട്ട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്. എന്തായാലും നമ്മളൊരു BMW ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കത് പെയിന്റ് അടിച്ച് കിട്ടുമോ നോക്കാം. എന്തായാലും നമ്മൾ ജസ്റ്റ് ചെറിയൊരു മിനിയേച്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ബാക്ക് ഭാഗമൊക്കെ വരുന്ന ചെറിയ ഫ്രണ്ട് കുത്തി കൊടുത്തേക്കുന്നൊക്കെ ലോഗോ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിനി ഉണങ്ങിയിട്ട് നാളെ ബാക്കി പെയിന്റിങ് പരിപാടിയൊക്കെ നാളെ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു കാറ് നല്ലപോലെ കട്ടിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പെയിന്റിങ്ങും കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളിവിടെ കുറച്ച് പെയിന്റിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം കളറൊക്കെ വെച്ചിട്ട് നമുക്കിത് ഒരു കാറിൻ്റെ ഒരു ലുക്കിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ടർ ഡിസൈൻ മാത്രമായിട്ടുള്ളൂ. ഡിസൈനും ചെറിയ പോരായ്മകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ഹോട്ട് വീൽസിനെക്കാട്ടിലും ചെറിയ സൈസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ചെറുതായിട്ട്. അതാണ്. പക്ഷേ ഇവിടെയൊക്കെ ചെറിയൊരു ഇത് വരാനുണ്ട്. പക്ഷേ ടയറിന്റെ ഭാഗം നമ്മൾ പെയിന്റിങ്ങിലൂടെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ സീനൊന്നും കാണത്തില്ല. പിന്നെ ഇത് തുടക്കമായതുകൊണ്ട് നമുക്ക് ഇത്രയും ചെറുതിൽ ചെയ്തപ്പോൾ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ഡീറ്റെയിലിംഗ് കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇനി നമുക്കിത് കുറച്ച് വലുതൂടായിട്ടൊക്കെ ചെയ്യണം. എന്തായാലും നമുക്ക് ഇനി ഒന്ന് കളർ അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ദിവസം ഇത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളൊരു ഫുള്ള് വൈറ്റ് കളറാണ് അതൊരു കോട്ടിംഗ് ആയിട്ട് അടിക്കുന്നത്. ഇനി നമുക്ക് പിന്നെ അതിനനുസരിച്ച് നമുക്ക് കളറൊക്കെ നല്ല കളറൊക്കെ നോക്കി നമുക്ക് അടിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് അടിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് ചെറിയൊരു അക്കടി പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് വൈറ്റ് കോട്ടിംഗ് അടിച്ച് നമ്മൾ വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണങ്ങാൻ വെച്ചിട്ട് നമ്മൾ കുറേ കഴിഞ്ഞാണ് എടുത്ത് കഴിഞ്ഞപ്പോഴും ആ ഒരു പെയിൻറ്റ് ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കൂടെ തന്നെ നമുക്ക് ഏകദേശം കളറൊക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാർക്കായിട്ട് അടിച്ചെടുക്കാമെന്ന് വെച്ച് നമ്മൾ റെഡ് കളറിൽ നിന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങി. നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ആ ഒരു പെയിൻറ്റ് ഉണങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് കളറായിട്ട് നമ്മുടെ ഈ റെഡ് കളർ ചെറുതായിട്ടൊന്ന് മിക്സ് ആവാൻ പിന്നെ അങ്ങോട്ട് തുടങ്ങി ഗൈസ് കേട്ടോ. അന്നേരം തന്നെ നമുക്ക് ചെറിയൊരു പണി മണത്തു. അവിടെ എന്ത് പണി വന്നാലും നമ്മൾ അതിനെ തകർത്ത് മുന്നോട്ട് തന്നെ. എന്തായാലും നമ്മൾ അതൊന്നും കാര്യമാക്കാം. നമ്മൾ എന്ത് കളർ വേണമെങ്കിലും വരട്ടെ. എന്തായാലും 2 കളർ കൂടി ചേരുമ്പോൾ എന്തായാലും ഒരു പുതിയ കളർ അവിടെ കിട്ടത്തില്ലയോ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ കുറേ നേരം ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാരനും നമ്മുടെ കൂടെ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ അവനൊരു ബ്രഷ് കൊടുത്തപ്പോഴത്തേക്കും അവനും ഒരു സൈഡ് അടിച്ചേക്കാന്ന് പറഞ്ഞ് അവനും അങ്ങനെ
പെയിൻറ്റിങ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോൺ കാണിച്ചടാ ഈ കളറിൽ അടിക്കടാ ഈ കളറിൽ അടിക്കടാ. അവനൊരു കളർ അടിച്ചു തുടങ്ങിയിട്ട് തന്നെ ഞാൻ പറയുന്നത് ഈ കളറിൽ അടിക്കടാ. ഞാൻ പറഞ്ഞു നീ ഒന്നിൽ ഉറച്ചിരിക്കും. ഞാൻ പറഞ്ഞു നീ നമുക്ക് ഒരു കളറേ മതി, അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ഞാൻ അവനെ കൊണ്ട് ഇപ്പോൾ പഠിച്ചെടുപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരത്തിന് ശേഷം അങ്ങനെ ആ ഒരു പെയിൻറ്റിങ് അത്യാവശ്യം ഒരു 50% കാര്യങ്ങളൊക്കെ തീർത്തായിരുന്നു ആ കാറിലുള്ളത്. എന്നിട്ട് ചെറിയ ചെറിയ ആ ലൈറ്റ്, ഹെഡ് ലൈറ്റ്, പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ബമ്പർ, ആ ഒരു ഭാഗത്തെ ബ്ലാക്ക്, പിന്നെ ആ ഒരു ഹെഡ് ലൈറ്റിൻ്റെ വൈറ്റ് ഒരു ടോണൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ അത്യാവശ്യം മൈന്യൂട്ടായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഏകദേശം ആ ഒരു കാറിലെ നമ്മൾ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോർഡ് ബാക്കിയുള്ള ആ ഒരു സ്പേസൊക്കെ നമുക്കൊരു റോഡാക്കി എടുക്കാമെന്നൊക്കെ പിന്നെ നമ്മളെ പ്ലാനിങ് വന്നു. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമുക്കിതിന് പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളും വെച്ചൊന്നുമല്ല, നമുക്ക് അപ്പോൾ കിട്ടുന്ന ഐഡിയ വെച്ച് നമ്മൾ അന്നേരം തന്നെ അത് പ്രയോഗിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാമല്ലോ, റോഡൂടെ വന്നപ്പോഴത്തേക്കും സംഭവം ഇച്ചിരി കൂടെ നൈസായിരുന്നു കാണാൻ ശരിക്കും പറഞ്ഞാൽ. കാരണം ആ ഒരു കാറ് നമുക്ക് പറ്റുന്ന അത്യാവശ്യം നമ്മൾ ഡീറ്റെയിലിങ് കാര്യങ്ങൾ നമ്മുടെ രീതി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും വലിയ പെർഫെക്ഷനൊന്നും നമ്മൾ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ആദ്യമേ, പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു കാറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഓരോ എക്സിബിഷൻ ഓരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അതേപടിയായിരുന്നു നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇത് പെയിൻ്റ് അടിച്ചെടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഓർമ്മ വന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞി കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ റോഡ് വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞി കാർ കാണാൻ. അത്ര നമുക്ക് ഡീറ്റെയിലിങ് കാര്യങ്ങൾ ഈ ഒരു MC വെച്ച് ചെയ്തുകൊണ്ട് തന്നെ അത്രയും വലിയ ഡീറ്റെയിലിലോട്ട് നമുക്ക് കുറേ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും സംഭവം ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ മിനി കൂപ്പർ ആണെന്നോ ചെറിയ അംബാസിഡർ ആണെന്നോ പല കാറാണെന്നൊക്കെ തോന്നും, പക്ഷേ നമുക്ക് സംഭവം എന്തായാലും ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലേ? കണ്ട അതെ അതെ, മിനിയേച്ചർ ഐറ്റം. നമ്മളെ 2 ദിവസത്തെ പണിയായിരുന്നല്ലേ? ഇത് ഉണങ്ങാൻ എന്താ പറ? ഉണങ്ങാൻ കുറേ നേരം എടുക്കും, കാരണം പെയിൻറ്റ് നമ്മൾ ഉണങ്ങാൻ അധികം വെയിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ. പിന്നെ MC വെച്ച് നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കാർ ചെയ്തെടുക്കുന്നത്. അതും ഒരു ഹോട്ട് വീൽസിനെക്കാട്ടിയും ചെറിയ സൈസ് കാറാണ് ഈ കണ്ടു കഴിഞ്ഞാൽ കണ്ടു. അതെ, നിങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കില്ലേ? അതെ, എന്തായാലും നമ്മൾ MC വെച്ച് ആരും ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് ആഗ്രഹം തോന്നി. ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുത്തപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ പണ്ടൊക്കെ സ്കൂളിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ ഓരോ സാധനമൊക്കെ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നി ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ പോയിട്ടുള്ള അതെ ഇതില്ല വാൾമൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നു. ഈ സെറ്റ് സാധനമായിരുന്നു. ഇങ്ങനെ ഒരു സാധനം സെറ്റ് ആയിരിക്കും ഇങ്ങനെ ഭിത്തിയിൽ ഇതിങ്ങനെ ഇരിക്കുന്ന അടിപൊളി സാധനം. നമ്മൾ ഇതെന്തായാലും ഉണ്ടാക്കി എടുത്തില്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇത്ര. നിങ്ങൾക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ വീഡിയോ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരെണ്ണം ചെയ്യാനല്ലേ, ചെയ്യാൻ ഐഡിയ വരും, അപ്പം ചെയ്ത് നോക്കണമെന്ന്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലേ കമന്റ് ഇടുക. എന്താ ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് വേറൊരു ഐഡിയ കൂടെ കിട്ടിയായിരുന്നു. ഇത് നമ്മൾ ചെറുതുണ്ടാക്കിയല്ലോ, ചെറുതുണ്ടാക്കിയ ശേഷം നമുക്ക് അധികം ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ നമ്മൾ അത്ര അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ച് ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു വലിയൊരു സൈസ് കൂടെ ഉണ്ടാക്കണം. ഇത് മാത്രമല്ല, ഇനി ഇങ്ങനത്തെ പല വീഡിയോസ് ഇല്ല, പലതാണ്. നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടോ അത് നിങ്ങൾ കമന്റ് ഇടുക, ഞങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുകയല്ലേ. അതേപോലെ നമുക്ക് അത്ര പ്രശ്നം പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും മാക്സിമം, നമ്മൾ ഉണ്ടാക്കിയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ, ഉറപ്പായിട്ട് ഇതിന് ലൈക്ക് ചെയ്യണം അല്ലേ? അതെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ടാറ്റ.